അനർഹർക്ക് വ്യാപകമായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതായി പരാതി. ഭിന്നശേഷി നിയമനത്തിനായാണ് സർക്കാർ ആശുപത്രികൾ മുഖേന സർട്ടിഫിക്കറ്റ് നേടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസുള്ള ആൾ വരെ കാഴ്ച പരിമിതി വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതിന്റെ രേഖകൾ മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കാഴ്ചശക്തിയില്ലെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഒരാൾ ഭിന്നശേഷി സംവരണം വഴി അധ്യാപികയായി ജോലിക്ക് കയറിയത്. എന്നാൽ ഇയാൾക്ക് തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമുണ്ട്. കാഴ്ചശക്തിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നത്. ഇതേ വ്യക്തി തന്നെ 60% കാഴ്ച കുറവുണ്ടെന്ന് കാണിച്ച് ഭിന്നശേഷി സംവരണത്തിലൂടെ ജോലിയും നേടുന്നു. ഭിന്നശേഷി സംവരണത്തിലൂടെ അനർഹർ ജോലികളിൽ കടന്നുകൂടുന്നതിന്റെ ഉദാഹരണമാണ് ഇത്. അനർഹർ തട്ടിപ്പിലൂടെ ജോലി നേടുമ്പോൾ യഥാർത്ഥ ഭിന്നശേഷിക്കാരാണ് ഇരകളാകുന്നത്. എനിക്ക് ജോലി സാധ്യതയില്ല, എൻ്റെ ടൈം കഴിഞ്ഞിരിക്കും. ഞാൻ 97 എംപ്ലോയ്മെൻറ്റിൽ പേര് കൊടുത്തിട്ട് ഈ കാലം വരെ കാത്തിരുന്നു. ഇപ്പോൾ എൻ്റെ പ്രായം ജോലിക്ക് അനുയോജ്യമല്ലാത്ത തരത്തിൽ ഒക്കെ വൈകിയിരിക്കുന്നു. ഇന്നലെ ഇന്നുമൊക്കെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കയറി വരുന്ന ആളുകൾ ജോലി കയറുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ജീവിതമാർഗം മുട്ടിക്കുന്നൊരവസ്ഥയാണ്. ഈ ഡിഗ്രിയുള്ള ആളുകൾ പോലും അവരുടെ നിയമനം കിട്ടാത്തതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ പരിഗണന ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെയിൽ കൊണ്ട് ലോട്ടറി ഒക്കെ വിറ്റ് ജീവിക്കേണ്ട ഒരു ഗതികേടിലാണ്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച സർട്ടിഫിക്കറ്റ് നൽകുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പിന്റെ തെളിവ് സഹിതം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2018 കുറ്റ്യാടി പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇതുവരെ കാര്യമായ നടപടിയില്ല. വിവിധ ആശുപത്രികളിലും കൊടുക്കുന്നുണ്ട്. കേരളത്തിലുടനീളം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 മുതൽ 15 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടാണെന്നാണ് അറിഞ്ഞത്. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കണം. അപസ്മാരമുള്ള വ്യക്തിക്ക് താൽക്കാലികമായി നൽകിയ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചും ജോലി നേടുന്നുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവരാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഇവരോരോരുത്തരും. എന്നിട്ടും മറ്റാരുടെയോ പ്രവർത്തികൾ കാരണം അർഹതപ്പെട്ട ജോലികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാണിവർ. തങ്ങൾ നൽകിയ പരാതിയിൽ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ വൺ, കോഴിക്കോട്.